എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ അടുത്ത ഒരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് വളരെ വിജയകരമായി വളരെ നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നത് വളരെ നന്നായി ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കണം ബുദ്ധിയുള്ള എല്ലാ വിദ്യാർത്ഥികളും. അല്ലാതെ പേരിന് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. നിങ്ങളെ വിടുന്ന പാരന്റ്സിനോ നിങ്ങൾക്കോ ഞങ്ങൾക്കോ അതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെളിയിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സർക്കിൾസ് എന്ന പാഠത്തിനെ 3 പാർട്ടാക്കിയിട്ടാണ് മാറ്റിയത്. അതിലെ ആദ്യത്തെ പാർട്ട് ആംഗിൾ കാണാനും അതിന്റെ മെഷർമെന്റ് കാണാനുമായിരുന്നു, അല്ലെ? കോണുകളും അളവുകളും കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് വളരെ നല്ല രൂപത്തിൽ തന്നെ എല്ലാവരും പഠിച്ചു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വരയ്ക്കുന്നതാണ്. 7 ടൈപ്പ് ചിത്രം വരയ്ക്കാനുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൂവ് ചെയ്യുന്ന ഭാഗം എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയാത്ത ഭാഗം അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാകാത്ത ഭാഗം, പരീക്ഷയുടെ സമയത്ത് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഭാഗം, അങ്ങനെ ഒരു പാർട്ടാണ് ഈ പ്രൂവിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, തെളിയിക്കുക എന്ന് പറയുന്നത്. ഇതിന് വലിയ ആനക്കാരി ഉണ്ടായിട്ടൊന്നും അല്ല ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള പാർട്ടിലൊക്കെ എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് നമുക്കറിയാം. ഒരു സ്റ്റെപ്പ് എഴുതി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആ മുകളിൽ നിന്നുള്ള സ്റ്റെപ്പിൽ നിന്ന് കിട്ടുകയോ ചെയ്യും. പക്ഷെ ഈ പ്രൂവിംഗ് പാർട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഈ കാര്യം കൊണ്ടാണ് കുട്ടികൾക്ക് പ്രൂവിംഗ് കിട്ടാത്തത്, എല്ലാവർക്കും ബുദ്ധിമുട്ടായി വരുന്നത്. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഭാഗമാണല്ലോ അത്. അപ്പൊ ഇങ്ങനെ പ്രൂവ് ചെയ്യുന്ന ഭാഗത്ത് നമ്മളാണ് സ്റ്റെപ്പ് ഉണ്ടാക്കേണ്ടത്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ മൈൻഡ് വെച്ച് ആലോചിച്ചിട്ടാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് മിക്കവാറും കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൂവിംഗ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഇതിന് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഞാൻ ചെയ്യുന്ന ഉദാഹരണങ്ങളിലൂടെ ഏത് പ്രൂവിംഗ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മനസ്സിലാക്കി വെക്കലാണ് വേണ്ടത്. അല്ലാതെ ഓരോ ചോദ്യം പറയുമ്പോൾ ഈ ചോദ്യം ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, അതല്ലാതെ വേറെ ഒരു പ്രൂവ് ചോദിച്ചാലും ചെയ്യില്ല എന്ന മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഈ പ്രൂവിങ് എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും ഏത് കോൺസെപ്റ്റ് വെച്ച് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പോയിന്റ്സുകളൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലെ? പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കിൾസിലുള്ള പോയിന്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഒന്ന് ഓർത്തെടുക്കേണ്ടി വരും. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പല കാര്യങ്ങളും അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണം, നോക്കിക്കോളൂ. പ്രൂവ് ചെയ്യാൻ പറയുന്ന ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഇൻ എ semicircle is right. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണെന്ന് തെളിയിക്കുക.
ഇതാണ് ചോദ്യം. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. നമുക്കറിയാം ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിലെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ച ബാക്കിയുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? സെമി സർക്കിൾ എന്ന് പറയാ, അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയാ, അല്ലെ? ഈ സെമി സർക്കിളില് എവിടെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ട് ഇവിടെ നിങ്ങോട്ടും വരയ്ക്കുകയാണെങ്കിലും ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ്? പലരും ചിന്തിക്കുക, ഇത് നമ്മൾ പഠിച്ചതല്ലേ, ഇതിപ്പോ എങ്ങനെ പ്രൂവ് ചെയ്യാ? ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇത് എങ്ങനെയാ ഇത് തുടങ്ങുക? എങ്ങനെയാണ് ഇത് നമുക്ക് ഇതിന്റെ പ്രൂവിംഗ് പാർട്ടിലേക്ക് സ്റ്റെപ്പുകൾ എങ്ങനെ എഴുതുന്നത്? സ്റ്റെപ്പ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലാണ്ട് ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് ഇത് പ്രൂവ് ആണ് എന്ന് എഴുതിയത് കൊണ്ട് എന്താവില്ല? ഇതിന് ഉത്തരമാവില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് തെളിയിക്കേണ്ടത് ഇവിടെ 90 ഡിഗ്രി ആണ് എന്നാണല്ലോ. ഞാൻ അതിന്റെ ആൻസറിലേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ഇവിടെ 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. ഇവിടെ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആംഗിൾസിന്റെ പ്രത്യേകത, 7ാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആംഗിൾസിന്റെ പ്രത്യേകത, ആംഗിൾസ് ഓഫ് ദി ചാപ്റ്റർ ഒക്കെ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് അല്ലെ? ഈക്വൽ ആയിട്ടുള്ള 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പറയുന്നത് ആ ബേസിക്കുകൾ ഇവിടെ അത്യാവശ്യമായതുകൊണ്ടാണ്. ആ ബേസിക് എന്താണെന്നും കൂടി പറയാം. ഇനി അവിടെ പഠിച്ച് മറന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ വരട്ടെ. ഒരു ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആയിരിക്കും അല്ലെ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ ആംഗിൾസ് ഈസ് ഈക്വൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട് നമുക്ക് അല്ലെ? കുറെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൂവിംഗ് പാർട്ടിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ, ഈ സെന്ററിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തതാ. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് നോക്കൂ, ഞാൻ ഇതിനൊരു പേര് കൊടുക്കാം. എ ബി, ഇവിടെ സി, സെന്ററിൽ ഞാൻ O എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം ഇൻ ട്രയാങ്കിൾ ഇവിടെ 2 ട്രയാങ്കിൾ ആക്കി ഭാഗിച്ചിട്ടുണ്ട്. OAB എന്നുള്ള ട്രയാങ്കിളില് OAയും OBയും ഈക്വൽ ആണ്. OAയും OBയും ഈക്വൽ ആണ്. ആണോ നോക്കൂ. O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ റേഡിയസ് ആണ്. O മുതൽ B വരെയുള്ള ഡിസ്റ്റൻസും അതിന്റെ റേഡിയസ് ആണ്. അപ്പോ ആരങ്ങൾ തുല്യമാണല്ലോ. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ എന്തെഴുതാം? റേഡിയസ് എന്നെഴുതാം, അല്ലെങ്കിൽ റേഡിഐ എന്നെഴുതാം. റേഡിഐ എന്താ? റേഡിഐ എന്ന് പറഞ്ഞാല് റേഡിയസ് എന്നുള്ളത് സിംഗുലർ ആണ്, റേഡിഐ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ ആണ് കേട്ടോ. ഓക്കെ, അതായത് ആരങ്ങൾ എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഇവിടെ ഞാൻ എത്ര ഡിഗ്രി ആണെന്ന് എനിക്ക് അറിയില്ല അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എത്ര എടുത്തു? X ഡിഗ്രി എന്നെടുത്തു. അപ്പൊ ഇവിടെ if ആംഗിൾ OAB എന്നുള്ള ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ then ഏത് ആംഗിളും ഈ മുകളിലത്തെ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും വരിക? X തന്നെ ആയിരിക്കും വരിക. കാരണം എന്താ? ഈക്വൽ ആയ സൈഡ്സിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ then ആംഗിൾ OBA ഈക്വൽ ടു X ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും X ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ X ആയി, ഇവിടെ X ആയി. ഇനി അടുത്തത് എന്താണ്? ഇവിടെ എത്ര ആംഗിൾ നമുക്ക് അറിയില്ല അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ Y എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ Y ആണെങ്കിൽ ഇവിടെയും Y ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതായത് ഇൻ ട്രയാങ്കിൾ OBC നമുക്കറിയാം OC ഈക്വൽ ടു OB. എന്താ കാരണം? റേഡിയൈ, ആരങ്ങൾ ആണ്, ആയതുകൊണ്ടാണ് അത് ഈക്വൽ ആയത്. ഓക്കെ, പിന്നെ ഈ സ്റ്റെപ്പിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് എഴുതാം.
ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോ അതായത് എന്താണ്, ഇഫ് ആംഗിൾ ഒ സി ബി, ഓയിൽ നിന്ന് സിയിലൂടെ ബിയിലേക്ക് പോണ ഈ ആംഗിൾ, ഈ ഒ സി ബി ഈക്വൽ ടു വൈ, ദെൻ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി സി ഈക്വൽ ടു വൈ ഡിഗ്രി. ഇതും വൈ ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഇത് മൊത്തത്തിലൊരു ത്രികോണമാണ്, ഇത് ട്രയാങ്കിൾ എ ബി സി. അപ്പൊ ഞാൻ എടുക്കുകയാണ് ഇൻ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി. ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കാരണം എന്താ, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടി കൂട്ടി 180 ഡിഗ്രി കിട്ടണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആംഗിൾ എ പറഞ്ഞ അവിടെ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഈ എക്സും വൈയും കൂടി ചേർന്നതാണ്. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൈ ഈക്വൽ ടു 180. ഈ നോക്കൂ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പൊ എത്ര എക്സ് ആയി? 2x പ്ലസ് ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പൊ എത്ര വൈ ആയി? 2y ഈക്വൽ ടു 180. ഇവിടെ നോക്കാം, രണ്ടവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 2 ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പൊ 2 into x plus y equal to 180 degree. Therefore, x plus y equal to 180 by 2 equal to 90 degree. ഇവിടെ നോക്കൂ, ഈ എക്സ് പ്ലസ് വൈ പറഞ്ഞ എന്താണ്? ആംഗിൾ ബി ആണ്. അതാണ് സെമി സർക്കിൾ ആംഗിൾസ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Therefore, angle B equal to 90 degree. ലാസ്റ്റ് നമ്മളിങ്ങനെ എല്ലാം ചെയ്ത ഒരു സന്തോഷത്തിൽ നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് ദ പ്രൂഫ്. ഇതാണ് ഇതിന്റെ തെളിവ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മുതൽ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എക്സ് ഡിഗ്രി എന്നാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ മറ്റൊരു ആംഗിൾ വൈ ഡിഗ്രി എന്ന് കൊടുത്തു. നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്താലും എം എൻ എന്നൊക്കെ പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ വൈ ഡിഗ്രി എന്ന് കൊടുത്തു. ഇവിടെ ഇത് രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് അപ്പുറത്ത് മുകളിലും വൈയിൽ കൊടുത്തു. ഇനി ഒരു ട്രയാംഗിളിൽ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോ ഈ എക്സ് ഡിഗ്രി, പിന്നെ ഈ എക്സ് ഡിഗ്രി, പിന്നെ ഈ വൈ ഡിഗ്രി എല്ലാം കൂടി കൂട്ടിയപ്പോ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ 2x plus 2y equal to 180 കിട്ടി. അവിടെ നിന്നും കോമൺ ആയിട്ട് 2നെ പുറത്തെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഇവിടെ ഇൻഡു ചെയ്ത 2നെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ട് 180ന്റെ പകുതി 90 ഡിഗ്രി എന്ന് എഴുതി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ തെളിവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്ക് എത്തിക്കേണ്ട അവസാന സ്റ്റെപ്പ് എന്താണ്? ഇതാണല്ലോ നമുക്ക് എത്തിക്കേണ്ട അവസാന സ്റ്റെപ്പ്. ഈ അവസാന സ്റ്റെപ്പ് എന്താണെന്ന് ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അവസാന സ്റ്റെപ്പ് എന്താണെന്ന് ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ സംഭവം എയിം ചെയ്തുകൊണ്ടുള്ള സ്റ്റെപ്പുകളായിരിക്കണം നമ്മൾക്ക് പോകേണ്ടത്. ഓക്കെ, അതായത് എന്താണോ നമുക്ക് തെളിയിക്കേണ്ടത്, എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള പോക്കായിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഇതാവുകയില്ല. കൃത്യമായ പ്ലാനിങ് ഇതിന്റെ പിന്നിൽ വേണം. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എങ്ങനെ എടുത്താൽ അത് കിട്ടും എന്നുള്ള ചിന്തയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? വളരെ അത്യാവശ്യമായി വേണ്ടത്. നമുക്ക് വരും ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടാക്കും. നന്നായി മനസ്സിലാക്കി തന്നെ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഒന്ന് നോട്ട് ചെയ്യാനുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ആവശ്യമായ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നിലവിൽ ബോർഡില് പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻ നമ്പർ 4 നിലവിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻ നമ്പർ 4,
ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ള ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ചിത്രം എവിടെ നിന്നാ വന്നതെന്നുള്ള സംശയമൊന്നും വേണ്ട, ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ള ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ചോദ്യം വായിക്കാൻ പോവാണ്. അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കുക. ചോദ്യം മനസ്സിലാവണല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ എന്താണ് തെളിയിക്കേണ്ടത്? ഒരു ചോദ്യം മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ എന്താണ്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുകയും ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നും പിന്നെ അതിലും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഇതിന്റെ അവസാന സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ളതുമാണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കേണ്ടത്. In the picture, a circle is drawn with a line as diameter. A circle is drawn. ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. എന്താണ് അതിന് ഡയമീറ്റർ സെന്ററിലൂടെ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? And a smaller circle with half the line as diameter. നോക്കൂ, ഈ വരച്ചിരിക്കുന്ന ലൈനിന്റെ പകുതി ഡയമീറ്റർ ആയിട്ടുള്ള മറ്റൊരു സർക്കിൾ, ചെറിയ സർക്കിൾ കൂടി, ചെറിയ വൃത്തം കൂടി വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെ. ഇതുവരെ ഉള്ളതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? എന്താ അവർ തന്നിരിക്കുന്നത്? മൊത്തത്തിലുള്ള ഈ ഡയമീറ്ററിന്റെ പകുതിയാണ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ. അപ്പൊ വലിയ സർക്കിളിന്റെ റേഡിയസിന്റെ പകുതി ആയിരിക്കും ചെറിയ സർക്കിളിന്റെ റേഡിയസും വരിക എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ, കോഡ് വരിക്കണം. എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ ത്രൂ ദ പോയിന്റ് വേർ സർക്കിൾ മീറ്റ്സ് ദ ബൈസെക്ട് ദ സ്മോളർ സർക്കിൾ. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കോഡ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് സ്മോളർ സർക്കിളിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ ബൈസെക്ട് ചെയ്യണമെന്ന്. ബൈസെക്ട് ചെയ്യാൻ പറഞ്ഞ അതിനർത്ഥം എന്താ? സമഭാജിയാക്കണമെന്ന്, തുല്യമായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവണം എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താ? ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള നീളവും ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള നീളവും തുല്യമായിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ പേര് കൊടുക്കണം. ഇവിടുന്ന് മുതൽ ഇതുവരെ എന്നൊന്നും പറഞ്ഞാൽ പോരാ, പേര് കൊടുക്കണം. എങ്ങനെയാണ് പേര് കൊടുക്കുക? സെന്ററിന് നമ്മൾ കോമൺ ആയിട്ടുള്ള രൂപത്തിൽ O എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ AB എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ CD എന്ന് പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ്? ട്രയാങ്കിൾസിന്റെ വ്യത്യസ്തമായ പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡിയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്തു. ഒരു ട്രയാങ്കിൾ ഉണ്ടായാലും ഒരു വലിയ ട്രയാങ്കിൾ ABD, വലിയ ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയോ ഞാൻ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ഒന്ന് ജോയിൻ ചെയ്തു, സെന്റർ വരെ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പൊ അതാ വീണ്ടും ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. എന്താണ്? ACO എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ട് ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റി, അതിന്റെ തുല്യതയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിൾസിലും എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? A മുതൽ C വരെയുള്ള ലെങ്ത്തും C മുതൽ D വരെയുള്ള ലെങ്ത്തും തുല്യമാണ് എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ എയിം ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഫ്രം ട്രയാങ്കിൾ ABD ആൻഡ് ABD പറഞ്ഞ വലിയ ത്രികോണം ആൻഡ് ട്രയാങ്കിൾ ACO ചെറിയ ത്രികോണം. ഓക്കെ, ഇത് രണ്ടിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാ മനസ്സിലാക്കുക? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A. അത് അങ്ങനെ പറയാൻ കാരണം അത് പറഞ്ഞാൽ ചെറിയ ത്രികോണത്തിനും ഉള്ള കോണാണിത്, വലിയ ത്രികോണം പരിഗണിക്കുമ്പോഴും ഉള്ള കോണാണിത്. രണ്ട് കോണുകൾ എന്താണ് ഇവിടെ? തുല്യമാണ്. ഓക്കെ, ദെൻ അടുത്ത എന്താ പറയാ? അടുത്ത് നോക്കിക്കോളൂ, ഇത് സെമി സർക്കിളിലെ ആംഗിൾ ആണ്. നോക്ക്, ഇത് വലിയ സർക്കിളിന്റെ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. അപ്പൊ ഇതിവിടെ എന്താണ് വരിക? 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെയും വേറൊരു സെമി സർക്കിളിന്റെ ആംഗിൾ ആണ്, അതും എന്താണ്? 90 ഡിഗ്രിയാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ നിങ്ങള്, ആംഗിൾ ACO, എയിൽ നിന്ന് സിയിലൂടെ ഓയിലേക്ക് പോകുന്ന ആംഗിൾ which is equal to angle ADB equal to 90 degree.
എന്നിട്ട് ബ്രാക്കറ്റിൽ എന്താ എഴുതാം നമുക്ക്? ബ്രാക്കറ്റിൽ എഴുതേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയാൽ മതി. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ടമായിരിക്കും എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതുകൊണ്ടാണെങ്കിൽ ഇവിടെ നമ്മൾ 90 ഡിഗ്രി ആണെന്ന് പറയാൻ കാരണം ഇവിടെ വലിയ വൃത്തത്തിന്റെ പോയി മുട്ടിയിട്ടുണ്ട്, ചെറിയ വൃത്തത്തിൽ പോയിട്ട് ഇത് മുട്ടിയിട്ടുണ്ട് ചെറിയതിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 90 ഡിഗ്രി ആവാൻ കാരണം. നോക്കൂ, ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 2 കോണുകൾക്ക് തുല്യമായാൽ അതിന്റെ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ, ഈ ആംഗിൾ അതുപോലെ ഇത് ഈ ലൈൻ പാരലൽ ആണ്, കണ്ടോ? ഈ ലൈൻ പാരലൽ ആണ്. അതായത് CO ഈസ് പാരലൽ ടു, പാരലൽ പറഞ്ഞാൽ സമാന്തരമാണ്, കൂട്ടിമുട്ടാത്ത വര. ഓക്കെ, CO ഈസ് പാരലൽ ടു BD. ഈ പാരലൽ എന്ന് കാണിക്കാനാണ് ഞാൻ 2 ലൈൻ വരയ്ക്കുക കേട്ടോ. അതതിന്റെ ഒരു ചുരുക്ക രൂപമാണ്. CO ഈസ് പാരലൽ ടു BO. അതുകൊണ്ടും ഈ 2 ആംഗിളുകൾ ഇപ്പൊ ഈക്വൽ ആണല്ലോ, മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore ഏതായിരിക്കും മൂന്നാമത്തെ ആംഗിൾ പറയുന്നത്? ഈ ആംഗിൾ പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. അതായത് AOC, ആംഗിൾ AOC ഈക്വൽ ടു ആംഗിൾ ABD. രണ്ടും ഈക്വൽ. അപ്പൊ ഒരു ട്രയാംഗിളിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായി. അങ്ങനെയാണെങ്കിൽ if 3 angles of a triangle is equal to 3 angles of another triangle. അതിനർത്ഥം എന്താ? ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായാൽ അവയുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും. അതായത് അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? അതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് പരസ്പരം എന്തായിരിക്കും? പകുതി, ഒരു പകുതിയാണെങ്കിൽ അവിടെയും എന്തായിരിക്കും? പകുതി ആയിരിക്കും എന്ന രൂപത്തിൽ പറയാം. ആനുപാതികമായിരിക്കും, അതായത് അത് റേഷ്യോയിലായിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, then they are in same ratio. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം മൊത്തത്തിൽ AB യുടെ പകുതിയാണ് AO. ശ്രദ്ധിക്കണേ, AB യുടെ പകുതിയാണ് AO എന്ന് പറയുന്നത്. അപ്പൊ AB ഹാഫ് AB ഈക്വൽ ടു AO. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൊത്തത്തിലുള്ള ഡയമീറ്ററിന്റെ പകുതിയാണ് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന്, അല്ലെ? ഇനി അതുപോലെ തന്നെ ഇത് രണ്ടും പാരലൽ ആണ്. നമുക്ക് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പോയിട്ട് ഇത് ഇവിടെ പാരലൽ ആണ്. ഈ സൈഡിന്റെ പകുതിയാണ് ഇത്, ഈ സൈഡിന്റെ പകുതിയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇതിന്റെ പകുതിയായിരിക്കും ഇവിടെ വരിക എന്നുള്ളത്. ഓക്കെ, ഇവിടെ എത്രയാണോ, ഇവിടെ 10 സെന്റിമീറ്റർ നീളമാണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ നീളമായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഹാഫ് ഏതാണ്? BD എന്ന ലൈനിന്റെ പകുതിയായിരിക്കും എന്ത് വരിക? BD എന്ന ലൈനിന്റെ പകുതിയായിരിക്കും CO വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? AD എന്ന ലൈനിന്റെ ഹാഫ് AD ഈക്വൽ ടു AC. അതിനർത്ഥം എന്താണ്? AD എന്ന വരയുടെ പകുതിയാണ് AC. അത് പറഞ്ഞാൽ A മുതൽ C വരെയുള്ള ദൂരവും C മുതൽ D വരെയുള്ള ദൂരവും തുല്യമാണ്. അതന്നെ നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത്. Therefore AC ഈക്വൽ ടു CD എന്ന് നമുക്ക് പറയാം. Hence the proof. ഓക്കെ, ഇത്രയും മതിയാവും. നമ്മൾ വാരി വലിച്ച് കുറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് മാക്സിമം 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് വലിച്ചു നീട്ടി വലിയ എഴുതൊന്നും വേണ്ട. ഓക്കെ, ഏറ്റവും കൂടുതൽ ആരാ എഴുതി എന്നുള്ളതെല്ലാം മാർക്ക് കൊടുക്കുക. ആരാണ് ശരിയായ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ആൻസറിലേക്ക് പോയത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, SSLCയുടെ
പാറ്റേൺ പ്രകാരം മാർക്ക് നൽകുക. അതിൽ ആർക്കും ടെൻഷൻ അടിക്കണ്ട. പല സ്കൂളുകളിലും പല രീതിയിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, 9-10 കൊല്ലമായിട്ട് കുട്ടികൾ പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നത് തന്നെയാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, ദെൻ അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്യുക, നോട്ട് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പേജ് നമ്പർ 43 ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മളിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമുക്കിപ്പോ നിലവിൽ ചോദ്യത്തിൽ തന്നിട്ടുള്ള ചിത്രം ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ചോദ്യം വായിക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ കാരണമെന്ന് നോക്കാം. ചിത്രം നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ളതാണ്, അത് അങ്ങനെ വരച്ചിരിക്കുകയാണ് കേട്ടോ. 2 circles in the picture cross each other at A and B. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുന്നത് ഒരു പോയിന്റ് എയും വേറൊരു പോയിന്റ് ബിയുമാണ്. ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ദ പോയിന്റ് പി ആൻഡ് ക്യൂ ആർ ദ ഈച്ച് എൻഡ്സ് ഓഫ് ഡയമീറ്റർ ത്രൂ എ. എ എന്ന പോയിന്റിലൂടെയുള്ള ഡയമീറ്ററിന്റെ എൻഡുകളാണ് പിയും ക്യൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെന്ററിലൂടെ അത് കടന്നു പോകുന്നു എന്ന രൂപത്തിൽ വരയ്ക്കാൻ. ക്ലിയർ ആയിട്ടുണ്ടാവും. ഡയമീറ്റർ ആയതുകൊണ്ട് മാത്രമാണ്, ഡയമീറ്റർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, വ്യാസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സെന്ററിലൂടെയുള്ള വരയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ. അല്ലാണ്ട് കണ്ടിട്ട് ഏകദേശം ഇത് സെന്ററിൽ കൂടെ പോകുന്നുണ്ടോ, ഇത് സെന്ററിൽ കൂടെ പോകുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. ആ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റണം. ഒന്നാമത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രൂവ് ദാറ്റ് PBQ or lay on a line. PBQ അതായത് പിയിൽ നിന്ന് ബിയിലൂടെ ക്യൂയിലേക്ക് പോകുന്ന ആ ഒരു ലൈന് അതെന്താണ്, ഇതൊരു ലൈനാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഒരു ലൈനാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടത്തെ ആംഗിൾ എത്ര ആയിരുന്നാൽ മതി, 180 ഡിഗ്രി ആയിരുന്നാൽ മതി. ഓക്കെ, ഇവിടത്തെ ആംഗിൾ 180 ഡിഗ്രി ആയിരുന്നാൽ മാത്രം മതി നമുക്ക് എന്താണ് ഇത് പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും നോക്കൂ. നമ്മൾ ഈ ലൈന് പിയിൽ നിന്ന് ബിയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മൊത്തത്തിൽ ഒരു ലൈനാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ ഡിഗ്രി വരിക 180 ഡിഗ്രിയാണ് വരിക. അപ്പൊ ആംഗിൾ PBQ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്, 180 ഡിഗ്രിയാണ്. Therefore PBQ ഈസ് ഒരു ലൈൻ, ഒരു വരയിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, PBQ ഒരു വരയിലാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രം മതി, അല്ലാണ്ട് അതിന് കൂടുതൽ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമതാണ് പ്രധാനപ്പെട്ട പ്രൂഫ്. ഓക്കെ, പ്രൂവ് ദാറ്റ് PQ ഈസ് പാരലൽ ടു ദ ലൈൻ joining the centers of circle. Okay, the centers of circle, ഇതാണ് സെന്റേഴ്സ്. ഈ സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് ഇതിന്റെ പകുതിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ M എന്നും ഇവിടെ N എന്നും കൊടുക്കുകയാണ്. അപ്പൊ MN എന്നുള്ള ആ ലൈന് PQ എന്ന ലൈനിന്റെ പകുതിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു അവിടെ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 10 ആവുകയാണെങ്കിൽ ഇവിടെ 5 ആവും പറഞ്ഞിട്ട് അല്ലെ. എപ്പോഴാണ് അങ്ങനെ ആവുക, ഈ ലൈനിന്റെ പകുതിയാണ് ഈ പോയിന്റ്, ഈ ലൈനിന്റെ പകുതിയാണ് ഈ പോയിന്റ്. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ എന്താണ്, അത് പകുതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ രൂപത്തിലേക്ക് ട്രയാങ്കിളുടെ പ്രത്യേകത കൊണ്ടുവന്ന നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളാണ് ഇത് ശ്രമിക്കേണ്ടത്. എന്നിട്ട് എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തരണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ശരിയാക്കി തരാം. ഒന്ന് നന്നായി ട്രൈ ചെയ്യും. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ സ്റ്റെപ്പുകളൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കണ്ട ശേഷം ആദ്യം ഗ്രൂപ്പിൽ വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനുള്ള സമയം തരും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത്രയും അതിന്റെ ചോദ്യം മനസ്സിലാക്കി തന്നല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൂവ് ചെയ്ത് വരണം. ഒരു വലിയ ട്രയാങ്കിൾ എടുക്കുന്നു, ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്തില്ലേ, ഏകദേശം അതുപോലെ തന്നെ.
എന്നിട്ട് അതിന്റെ ഏതൊക്കെ ആംഗിൾ ആണ് ഈക്വൽ ആയി വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, ഇത് രണ്ട് ലൈൻ പാരലൽ ആണ് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതിന്റെ പകുതിയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, mn എന്നുള്ളത് PQ എന്നുള്ളതിന്റെ പകുതിയാണ്. ഇതാണ് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, എന്നാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആ രൂപത്തിലേക്ക് നിങ്ങൾ എത്തണം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ പറയാം. എല്ലാവരും ഗ്രൂപ്പിലേക്ക് വരിക. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണിത്. അപ്പൊ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാലും, എത്ര സ്ട്രഗിൾ ചെയ്താലും, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടല്ല മറ്റുള്ളവരെ അറിയിക്കേണ്ടത്, അത് നമ്മൾ പഠിച്ച് അതിന്റെ മാർക്ക് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നന്നായി നിങ്ങൾ പഠിക്കുക. ഇത് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതിന്റെ നോട്ട് ഗ്രൂപ്പിൽ അയക്കുകയും വേണം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.